നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ കർണാടകയിൽ JDS തകരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. JDSന്റെ പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നുവരുന്നു. JDSന്റെ സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളുടെ വലിയൊരു നിര തന്നെയാണ് ഇന്ന് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചത്. കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു JDS നേതാക്കളെ സ്വീകരിച്ചത്. JDSന്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശക്തരായ നേതാക്കളാണ് ഇന്ന് കോൺഗ്രസിൽ ചേർന്നത്. കോൺഗ്രസിൽ ചേർന്ന JDSന്റെ സംസ്ഥാനത്തെ ശക്തരായ നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-JDS സഖ്യത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കർണാടകയിൽ കോൺഗ്രസ് ഒരുക്കുന്നത്. അതിൻ്റെ ഭാഗമായി കർണാടകയിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള ജനകീയരായ നേതാക്കൾ കോൺഗ്രസിൽ എത്തുന്നതിലൂടെ ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം സംസ്ഥാനത്ത് കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തുന്നത്. JDSും BJPയും ചേർന്നുള്ള സഖ്യത്തെ എതിർക്കുന്ന നേതാക്കളുടെ വലിയൊരു നിര തന്നെ ഇനി കോൺഗ്രസിൽ ചേരാനിരിക്കുന്നുവെന്ന് കോൺഗ്രസിലെത്തിയ JDS നേതാക്കൾ വാർത്താമാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു കാലത്ത് കർണാടകയിലെ ന്യൂനപക്ഷങ്ങളെ കൂടെ ചേർത്തിയിരുന്ന JDSന്റെ ഇന്നത്തെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് JDSൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിലെത്തിയ ന്യൂനപക്ഷ വിഭാഗത്തു നിന്നുള്ള നേതാക്കൾ പറഞ്ഞത്. JDS അവരുടെ നിലപാട് മാറ്റുമ്പോൾ അവരുടെ മതനിരപേക്ഷതയെല്ലാം തകർക്കുകയാണെന്നും BJP എന്ന വർഗീയ കക്ഷിയോടൊപ്പം ചേർന്നതിനാൽ ആ പാർട്ടിയിൽ ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് രാജ്യത്തെ മതേതര ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിലേക്ക് കടന്നുവരാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഈ നേതാക്കൾ അഭിപ്രായപ്പെട്ടു.